രാധ ഒരു നാൾ ശ്രീകൃഷ്ണനോട് ചോദിക്കും, അങ്ങയുടെ അടുത്തുള്ള സ്ഥാനം എന്താണെന്ന് എനിക്ക്. രാധാകൃഷ്ണനോട് ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടി ശ്രീകൃഷ്ണൻ എന്താണ് പറയുന്നത് അറിയോ? നീ എൻ്റെ എല്ലാമാണ്, ഈ ലോകം മുഴുവൻ, എൻ്റെ ലോകം മുഴുവൻ, എൻ്റെ സാമ്രാജ്യം മുഴുവൻ നീയാണ് നിറഞ്ഞു നിൽക്കുന്നത്. എൻ്റെ മനസ്സിലും എൻ്റെ ഉടലിലും എല്ലാം നീയുണ്ട്, നിൻ്റെ ഗന്ധമുണ്ട് എന്ന് പറയും. പക്ഷെ അപ്പോൾ എവിടെയാണ് ഇല്ലാത്തതെന്ന് ചോദിക്കുമ്പോൾ അന്നേരം വിഷമത്തോടെ ശ്രീകൃഷ്ണൻ പറയുന്നത് എൻ്റെ ഭാഗ്യത്തിലാണ് നീ ഇല്ലാത്തതെന്ന്. ചിലപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞാൽ അറിയാമോ? ഒരുപാട് സ്നേഹിച്ചിട്ടും ഒരുമിക്കാൻ പറ്റാതെ പോയി എന്നുള്ളത് കൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞു. ഒരുമിക്കാൻ പറ്റത്തില്ലെന്ന് ദൈവമായ ശ്രീകൃഷ്ണന് നല്ലപോലെ അറിയാൻ പറ്റുന്നത് കൊണ്ടായിരിക്കും ചിലപ്പോൾ ഭാഗ്യം എന്നിൽ നിന്നെ സ്വന്തമാക്കാനുള്ള ഭാഗ്യമില്ല എന്ന് ചിലപ്പോൾ പറയുന്നത്. ഇത് എൻ്റെ വാക്കുകളല്ല കേട്ടോ, ഇത് ശ്രീകൃഷ്ണനെ ഞാൻ അടിച്ചു മാറ്റിയതാണ്. അപ്പം അങ്ങനെ ഒരു മെസ്സേജാണ് നമ്മൾ അതിനകത്തെന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് പേര് പറയുന്നുണ്ട്, ഒരുപാട് നമ്മൾ സ്നേഹിച്ചിട്ടും ചിലപ്പോൾ സ്വന്തമാക്കാൻ പറ്റിയിട്ടില്ല. അപ്പം ശ്രീകൃഷ്ണനും രാധയും ഒരുപാട് ഏറ്റവും നമ്മുടെ ലോകം കണ്ട് ഏറ്റവും വലിയ പ്രണയമായിരുന്നു ശ്രീകൃഷ്ണൻ്റെയും രാധയുടെയും. പക്ഷെ അവർ സ്വന്തമായില്ലല്ലോ എന്ന് പറയുന്ന ഒരു ന്യായം നമ്മളിപ്പോൾ കാണിക്കരുത്. കാരണം എന്താ അറിയോ? അത് ഒരു വാക്കായി നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാരെ അകറ്റി നിർത്താനോ അല്ലെന്നുണ്ടെങ്കിൽ വിട്ടുകളയാനോ ഉള്ള ഒരു മെസ്സേജായിട്ട് അതൊരിക്കലും കാണരുത്. നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാരെ നമ്മൾ സ്വന്തമാക്കി തന്നെ വേണം.